ഭരതനാട്യത്തിന്റെ നമസ്കാരം ചെയ്യുന്ന രീതിയാണ്. ധലങ്കു തക്കത്തിക്കു തക്കത്ത ദിഗണത്തോ തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിനത തക്ക ദിനത തക്ക ദിനത. ഇതാണ് നമസ്കാരം ചെയ്യുന്ന രീതി. ഇതില് ആദ്യമായിട്ട് പരിശീലിക്കുന്നവരെ സംബന്ധിച്ച് ഫുള്ളായിട്ട് കാലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹീൽസ് ഇങ്ങനെ പൊക്കിയിട്ട് ഇതിങ്ങനെ മുഴുമണ്ഡലം ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയാണ് ഒരു പ്രയാസം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തക്ക ദിമ്മി കഴിഞ്ഞ് തക്ക ദിമ്മി സ്പ്ലിറ്റ് ചെയ്താൽ ലെഫ്റ്റ് കാലിനെ തൊട്ട് ബാക്കിലേക്ക് ക്രോസ് ചെയ്ത് ഒന്ന് ഹീൽസ് പൊക്കി പിടിച്ച് അങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ കുനിഞ്ഞ് തൊട്ട് തൊഴുത് ഇങ്ങനെ എടുത്താലും മതി. തുടക്കുമ്പോ ഇങ്ങനെ തൽക്കാലം പ്രാക്ടീസ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്ക് ആ പോസ്റ്റർ മുഴുമണ്ഡലം പൊസിഷനൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഈ നമസ്കാരം ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിച്ച മുദ്രകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകാമുഖം, ശിഖരം, ചതുരം, അഞ്ജലി ഹസ്തം. നമസ്കാരം ചെയ്തതിൽ നമ്മൾ ഉപയോഗിച്ച മുദ്രകൾക്ക് പുറമെ നമ്മൾ കാലുകളുടെ പൊസിഷൻസ് ചിലത് ചെയ്തത് ആദ്യത്തെ രണ്ടെണ്ണങ്ങളെ വെറുതെ തട്ടുവാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കാല് സ്പ്ലിറ്റ് ചെയ്യുവാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കാല് ഹീൽസ് ഇങ്ങനെ പൊക്കിയിട്ട് നേരെ താഴേക്ക് ഇരിക്കുവാണ് ചെയ്തത്. അതേ പൊസിഷനിൽ നിന്ന് നമ്മളുടെ കാഫ് മസിൽ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തിരിച്ച് കാല് സമം ചേർക്കുവാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ്. കൈകളുടെ മുദ്രകളുണ്ട്, കാലിന്റെ പൊസിഷൻസ് ഉണ്ട്. പിന്നെ ഓരോന്നിനും ഇപ്പോ ആദ്യത്തെ ഒരു കൗണ്ട് വെക്കുവാണെങ്കിൽ 1 എന്ന് പറയുന്ന കൗണ്ട് നോട്ടം കയ്യിൽ നിന്ന് നേരെ ഓഡിയൻസിലേക്ക്, 2 ലെഫ്റ്റ് കയ്യിൽ നിന്നും നോട്ടം നേരെ, അവിടുന്ന് 3 നേരെ തന്നെ നോക്കിയിട്ട് 4 റൈറ്റ് സൈഡിലേക്ക് നോക്കി, അവിടുന്ന് 5 നേരെ ഓഡിയൻസിലേക്ക് നോക്കി, പിന്നീട് 6 താഴെ ഭൂമിയിലേക്ക് നോക്കി, 7 കണ്ണടച്ചു, അങ്ങനെ 8 ഇങ്ങനെ നേരെ നോക്കി വന്നു. അങ്ങനെ നമ്മൾ നമസ്കാരം ചെയ്തു. ഇതാണ് കണ്ണുകളുടെ പൊസിഷൻ. അപ്പോ കൈ, കാല്, കണ്ണ് എല്ലാം കൂടി ചേരുന്നതാണ് ഈ ഒരു നമസ്കാരം തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നന്നായി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. അടുത്ത അടവുകളായിട്ട് കാണും വരേക്കും നന്ദി, നമസ്കാരം.